الشيطان الرجيم بسم الله الرحمن الرحيم وأحيط بثمره فأصبح يقلب كفيه على ما أنفق بها وهي خاوية على عروشها ويقول يا ليتني لم أشرك بربي أحدا ولم تكن له فئة ينصرونه من دون الله وما كان منتصرا هنالك الولاية لله الحق هو خير ثوابا وخير عقبا. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ, നമ്മുടെ അമലുകൾക്ക് ഇഖ്ലാസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ പറയുന്ന ആയത്തിന്റെ പാഠം എന്ന് പറയുന്നത്, ലോകത്തിൽ എത്ര അറിവുണ്ടായാലും 3 കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ അറിവുകളൊന്നും ഉപകരിക്കൂല. അല്ലാഹു തആല അത്തരം അറിവുകളെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ആയത്തിലൂടെ ആദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത്, ആ സഹോദരൻ കൂട്ടുകാരനോട് പറഞ്ഞതൊന്നും കേൾക്കാതിരുന്നപ്പോ അയാളുടെ കൃഷി മൊത്തം നശിച്ചു പോയി, സമ്പാദ്യങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു നശിപ്പിച്ചു. ഒരു തീ വന്നിട്ട് അന്ന് വരെ നല്ല വിഭവസമൃദ്ധങ്ങളായ ഭക്ഷണങ്ങൾ കൊടുത്തിരുന്ന തോട്ടങ്ങൾ മൊത്തം നശിച്ചു. ഇതങ്ങോട്ട് നശിച്ച സമയത്ത് കൈമലർത്താൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, അയാൾ ആ മുതൽ മുടക്കി, എത്ര അയാൾ മുതൽ മുടക്കിയത്, ആ മുതൽ മുടക്കിയതിന്റെ മേലിലൊക്കെ അയാൾക്ക് വല്ലാതെ ഖേദിച്ചുകൊണ്ട് കൈമലർത്തിയിട്ട് പറഞ്ഞു, കൈമലർത്തുന്നു അങ്ങനെ താൻ ഉണ്ടാക്കി വെച്ച സമ്പാദ്യങ്ങളെല്ലാം അത് 12 വരെ പൊളിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പേരും ഒന്നുപോലും ബാക്കിയില്ലാതെ, 2 തോട്ടങ്ങളുണ്ടായിരുന്നതിൽ നിന്ന് ഒന്നുപോലും ബാക്കിയില്ലാതെ എല്ലാം നശിച്ചപ്പോ അയാൾ പറഞ്ഞു, എന്റെ റബ്ബിനെ പങ്കു ചേർത്തിട്ടില്ലായിരുന്നു, റബ്ബിനെ ഞാൻ വിശ്വസിച്ചിരുന്നുവെങ്കിൽ, നന്ദി ചെയ്യേണ്ടതുപോലെ ചെയ്തിരുന്നുവെങ്കിൽ എന്ന് അയാൾ പറയാൻ തുടങ്ങി. ഈ വലിയ പ്രയാസം വന്ന സമയത്ത് അയാളെ സഹായിക്കാൻ ഒരു കൂട്ടവും വന്നിട്ടില്ല. എത്ര ആളുകളുണ്ടായിരുന്നു. അതുവരെ ഇയാൾക്ക് നല്ല ബോഡി ഗാർഡായിട്ടും മറ്റുമൊക്കെ അയാൾ പറഞ്ഞില്ലേ, ഞാനാണ് നിന്നെക്കാളും സമ്പത്ത് എനിക്കുണ്ട്, ആൾക്കൂട്ടങ്ങൾ എനിക്കുണ്ട് എന്ന് പറഞ്ഞിരുന്ന ഇദ്ദേഹത്തിന് ഒരാൾ പോലും, ഒരു കൂട്ടം പോലും സഹായിക്കാൻ വേണ്ടി വന്നില്ല. ഇതാണ് നമ്മുടെ അവസ്ഥ. നമ്മളിങ്ങനെ പൈസ ഉണ്ടാവും, എല്ലാവരും തീർച്ചയായിട്ടും അല്ലെ, അതെങ്ങാനും പൊട്ടി പാളീസായ ഒരാളും ഉണ്ടാകൂല. അല്ല പറയാണ്, ഈ മനുഷ്യനാണ് പറഞ്ഞു. എന്നിട്ടോ ഈ വലിയൊരു പ്രയാസം വന്ന സമയം അയാൾക്ക് സ്വയം പ്രതിരോധിക്കാൻ കഴിഞ്ഞിരുന്നില്ല. സുബ്ഹാനല്ലാഹ്, നമ്മുടെ നാട്ടിൽ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, വലിയ തീപിടുത്തം വന്നു കഴിഞ്ഞാൽ എന്ത് സംവിധാനങ്ങൾ ഉണ്ടായാലും അത് തടുക്കാൻ കഴിയാത്ത പെട്ടെന്നുള്ള പ്രയാസങ്ങൾ വരാറുണ്ട്. അതേപോലെ ഇയാൾക്കെങ്ങാനും അത് ഒറ്റക്ക് പ്രതിരോധിക്കാനും കഴിഞ്ഞില്ല. ഈ സമയത്ത് അന്നേരം ആ സമയം അയാൾക്ക് ബോധ്യപ്പെട്ടു, സർവ കഴിവും സർവ അധികാരങ്ങളും അത് ഹഖായ അല്ലാഹു തആലക്ക് മാത്രമാണ്. നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട് എന്നേ ഉള്ളൂ അല്ലേ. നമ്മളുടെ ആയുസ് പോയി. കഴിഞ്ഞ ദിവസം നാട്ടിൽ ഒരാൾ വെള്ളപ്പെട്ടു പോയി, അല്ലാഹു തആല പുറത്തെടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട ഭാര്യ 6 മാസം മുമ്പ് മരിച്ചു പോയിട്ട് 45-50 വയസ്സിന്റെ പ്രായം ഉണ്ടാവുള്ളൂ. മക്കളൊക്കെ അനാഥകളായി, അല്ലാഹു തആല അവർക്കൊക്കെ വലിയ പൊരുത്തം കൊടുക്കുമാറാകട്ടെ. അങ്ങനെ ഇതാണ് നമ്മുടെ ആയുസിന്റെ കഥ. ആ സമയത്ത് അയാൾക്ക് മനസ്സിലായത് സർവ അധികാരവും റബ്ബിനാണ്, മാത്രമല്ല അല്ലാഹുവാണ് നന്നായി പ്രതിഫലം കൊടുക്കുന്നവൻ. എല്ലാത്തിനും നന്നായി കൊടുക്കാൻ പ്രതിഫലമുള്ളത് അത് അല്ലാഹുവിന്റെ അടുക്കൽ മാത്രമാണ്. നമ്മൾ ഒരാളെ ഇഷ്ടപ്പെട്ട് കൊടുത്താൽ പ്രതിഫലത്തിൽ കയ്യും കണക്കുണ്ടാകും. അതേസമയം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന നന്മകൾക്ക് തരുന്ന പ്രതിഫലം അത് വളരെ വലുതാണ്. നല്ല പരിണിതം, നല്ല പര്യവസാനവും തരുന്നത് അല്ലാഹുവാണ്. നമ്മൾ ഓർത്തു നോക്കിയാൽ ഒരാൾ കീഴിലായിട്ട് കുറെ കാലം ജോലി ചെയ്തിട്ട് അവസാനം പോകുന്ന സമയത്ത്, തിരിച്ചു പോകുന്ന സമയത്ത് ചിലപ്പോ നമ്മളെന്താകും, എന്തെങ്കിലും ചെറുത്ത് കൊടുക്കും. അയാൾക്ക് സന്തോഷാനന്ദം കൊടുക്കേണ്ടതോട് കഴിയൂല. അതേസമയം നമ്മൾ ഇത്ര അധ്വാനിച്ചു, ഇത്ര കഷ്ടപ്പെട്ടതിന് അല്ലാഹു തആല നൽകുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് നമുക്ക് സ്വർഗം തരികയാണ്, അവന്റെ ഇഖാറ് തരികയാണ്. അല്ലാഹു തആല നൽകുമാറാകട്ടെ. ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നതോട് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞങ്ങൾ പറയുന്നുണ്ട്, ഈ ആയത്തിന്റെ പാഠത്തിൽ ഇമാമികളെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒരു ബലീസായിൽപ്പെട്ട പണ്ഡിതൻ, അദ്ദേഹം ധാരാളം കിതാബുകൾ ക്രോഡീകരിച്ച് വെച്ചിരുന്നു. എത്രത്തോളം? 70 വലിയ പെട്ടികളിൽ ഇൽമിന്റെ കിതാബുകൾ ശേഖരിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ ആ സമയത്ത് അല്ലാഹു തആല ആ കാലഘട്ടത്തിൽ ധാരാളം പ്രവാചകന്മാരെ
പ്രവാചകന്മാർ വരുന്ന സമയമാണ്. എത്രയോ ഒരു കുടുംബത്തിന് വരെ ഒരു നബി എന്ന ചോദ്യം ധാരാളം നബിമാർ വന്ന സമുദായമാണ് ബനൂ ഇസ്രായേൽ സമുദായം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഉലമാ ഉമ്മത്തി കഅംബിയായി ബനീ ഇസ്രായേൽ, എന്റെ ഉമ്മത്തിലുള്ള പണ്ഡിതർ അവര് ബനൂ ഇസ്രായേൽ വന്നിരുന്ന പ്രവാചകന്മാരെ പോലെയാണ് ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, ഈ നബിയോട് അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ അയാളുടെ അറിവുകളുണ്ടല്ലോ ധാരാളം, 70 ഒരു മുഴം വലിപ്പമുള്ള ഓരോ പെട്ടികളാണ്. അങ്ങനെ 70 പെട്ടികളിൽ കിതാബുകൾ നിറച്ചു വെച്ച ആ പണ്ഡിതന്റെ അറിവുകളൊന്നും ഉപകരിക്കുകയില്ല. 3 കാര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തെല്ലാം അറിവ് പഠിച്ചു, ഈ അറിവുകളൊക്കെ നമുക്ക് ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന അമലുകളാകണമെങ്കിൽ 3 കാര്യങ്ങൾ ഇല്ലാതിരിക്കണം. ഒന്നാമത്തേത് ദുനിയാവിനുള്ള അതിയായ സ്നേഹം. എത്രത്തോളം ദുനിയാവ് ഉണ്ടാക്കുക അത് പ്രശ്നമല്ല, ജോലിക്ക് ചെയ്യുക അതൊന്നും പ്രശ്നമല്ല, അതൊക്കെ സ്വഹാബത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ദുനിയാവിനോടുള്ള അതിയായ സ്നേഹം എത്രത്തോളം. നമുക്ക് ഒരു നിസ്കാരം നഷ്ടപ്പെട്ടു പോകും ഒരു പണിക്ക് പോയാൽ, എങ്കിൽ ആ നിസ്കാരം നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് പേടിച്ചിട്ട് അത് ഒഴിവാക്കുക. അതാണ് ദുനിയാവിനോട് സ്നേഹം എന്ന് പറഞ്ഞാൽ. നമ്മളൊരു കാര്യം ഒരാൾക്ക് എന്ത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഇത് കുറഞ്ഞു പോകുമോ എന്ന് പേടിക്കാതെ. ഉദാഹരണം, നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് പട്ടിണി കിടക്കുന്നിട്ട് അയാൾ പറഞ്ഞു, വിശക്കുണ്ട്, കുറച്ച് ഭക്ഷണം വാങ്ങി തരുമോ എന്ന് പറയുമ്പോ നമ്മൾ ഇപ്പൊ കൊടുത്താൽ പോകില്ലേ എന്നുള്ള നമുക്ക് ആർക്കൊന്നില്ല. ആ രീതിയിലുള്ള സ്നേഹം അത് ഉണ്ടായി കഴിഞ്ഞാൽ എത്ര പഠിച്ചിട്ടും കാര്യമില്ല പ്രിയപ്പെട്ടവരെ. അല്ലാഹു തആല അത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടല്ലേ ഫിറഔൻ അറിയില്ലേ മൂസാ നബി നബിയാണെന്ന് അറിഞ്ഞാണ് ഫിറഔൻ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നാണ്. എന്റെ കാരണം അവന്റെ നേതൃത്വം പോകുമോ എന്ന് പേടിച്ചിട്ട്. രണ്ടാമത്തത് ശൈത്വാനിനോട് ചൈത്തയോട് എപ്പോഴുമുള്ള കൂട്ടുകെട്ട് അതും ഒഴിവാക്കണം. സുബ്ഹാനല്ലാഹ്, മഹാനരാകുന്ന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം നല്ല ആളാണെന്ന് അറിയാത്തോണ്ടല്ലോ ഇബ്ലീസ് ഉൾക്കൊള്ളാതിരുന്നത്. ശൈത്താന്റെ പണിയാകുന്ന അല്ലെങ്കിൽ ആ മോശപ്പെട്ട പണിയാകുന്ന കിബിറ് മനസ്സിൽ വന്നപ്പോഴാണ്. മൂന്നാമത്തത് മുസ്ലിമീങ്ങളെ പ്രയാസപ്പെടുത്തുക എന്നുള്ളത്. ഈ 3 കാര്യങ്ങൾ ഉണ്ടായാൽ ലോകത്തുള്ള എല്ലാ അറിവും നമുക്ക് ഉണ്ടായിട്ട് കാര്യമില്ല, മാറ്റം ഉണ്ടാകൂല എന്നാണ്. അല്ലാഹു തആല രക്ഷിക്കുമാറാകട്ടെ. മഹാന്മാരാകുന്ന നിങ്ങൾ നബിയാണെന്ന് ജൂതന്മാരായ ആളുകൾക്ക് ഖുർആൻ പറഞ്ഞില്ലേ, പോലെ മക്കളെ അറിയണക്കാട്ടിലും അറിയും നബിയാണെന്നുള്ളത്. അത്രത്തോളം ജൂതന്മാർക്ക് അറിഞ്ഞിട്ടും ഉൾക്കൊള്ളാൻ പ്രയാസം ഉണ്ടായത് എന്തുകൊണ്ടാണ്? മുസ്ലിമീങ്ങളായ ആളുകളോടുള്ള ദേഷ്യം കാരണമാണ്, അസൂയ കൊണ്ടായത്. അങ്ങനെ ഈ 3 സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഈ അറിവുകളിലോ അമലുകളിലോ ഒരു ഫലവും ഉണ്ടാവുകയില്ല എന്ന് ഇമാമികൾ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് ഈ ആയത്തുകളൊക്കെ പഠിപ്പിച്ചത് റബ്ബാണ് എല്ലാം നിയന്ത്രിക്കുന്നു എന്നൊരു ബോധം നമുക്ക് ഉണ്ടാകുക. അത് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നന്ദി കേട് ചെയ്യാൻ കഴിയൂല. അല്ലാഹു തആല നമ്മുടെ അനുഗ്രഹങ്ങളൊക്കെ നിലനിർത്തി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ വിഷമങ്ങളും അല്ലാഹു തആല ദൂരീകരിച്ചു തരുമാറാകട്ടെ.